ഇഡ്ഡലിയും ദോശയും പുട്ടും എല്ലാം മടുത്തവർക്ക് ഇതാ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. കുഴക്കട്ടയും കടലക്കറിയും, അതായത് കുറച്ച് സ്പൈസിയാണ് കേട്ടോ, കാരക്കുഴക്കട്ട. ഇതൊരു വെറൈറ്റി കുഴക്കട്ട തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്താൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കുഴക്കട്ട ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം തന്നെ ഇതാ ഒരു ഗ്ലാസ് വറുത്ത പൊടിയാണ് കേട്ടോ. ഞാൻ ഇവിടെ തന്നെ പൊടിച്ച് വറുത്താൽ നല്ലോണം വറുത്തതാണ്. 250 ml ഒരു ഗ്ലാസ്സിന്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കുക, അടുപ്പത്ത് വെക്കണം കേട്ടോ. ഒരു 1.5 ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം കേട്ടോ. നല്ലോണം റോസ്റ്റ് ചെയ്ത പൊടി ആയിക്കണേ. എന്നിട്ട് ആ വെള്ളം തിളയ്ക്കുമ്പോൾ അതേ വെള്ളം ഇതിലേക്ക് ഇങ്ങ് ഒഴിച്ചു കൊടുക്കുക. നമ്മളെ പൊടിയിലേക്ക് ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. കൈ കൊണ്ടൊന്ന് ഇളക്കരുതേ, പൊള്ളിപ്പോകും. കയ്യിൽ എടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അവിടെ വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ഇതാ ഉഴുന്ന് പരിപ്പ് ഞാൻ കഴുകിയതാണ് കേട്ടോ. കഴുകിയിട്ട് ഒന്ന് വറുത്തെടുക്കണത് ഒരു പിടി പോലെ ഉണ്ട് ഏകദേശം. എന്നിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വറുത്തെടുക്കുക. ഇതാ ഈ കളറാകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇളക്കി വെച്ച പൊടി ഉണ്ടല്ലോ, ആ പൊടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലിടുക. പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻ്റാണ് തേങ്ങ, ചെറുകിയ തേങ്ങ. ഒരു 1.5 പിടി തേങ്ങ ഞാൻ ഇടുന്നുണ്ട്. തേങ്ങ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടോ കേട്ടോ. ഇനി കുറവുള്ളവർക്ക് കുറവിടുക, കൂടുതലുള്ളവർക്ക് കൂടുതലിടുക. കുറച്ച് ചൂടൊക്കെ തണിയുമ്പോൾ ഒന്ന് നല്ല പോലെ കുഴച്ചിട്ട് നമ്മൾ ചപ്പാത്തി പത്തിരിയൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലത്തെ ഒരു പരുവാക്കുക. ഇതാ ഇതുപോലെ കയ്യിലെല്ലാം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാകും. കൈയൊക്കെ കഴുകി ലേശം മെഴുക്ക് പുരട്ടുക. എന്നിട്ട് ഇത് നമുക്കിനി റോൾസ് ആക്കണം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കിയത് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. ഇതേ സമയത്ത് ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ, സ്റ്റീമറിൽ. അതുപോലെ നിങ്ങളും വെള്ളം വെക്കുക കേട്ടോ. എന്നിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം നമ്മൾ ഉണ്ട പിടിച്ച് വെക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാം ഇതുപോലെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മളെ സ്റ്റീമറിലേക്ക് ഞാൻ ഇഡ്ഡലി തട്ടാണ് വെച്ചത്. അതിൻ്റെ ആവി കയറ്റാൻ വേണ്ടിയിട്ട് അതിലാണ് വെക്കുന്നത്. ഓരോന്നോരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാ കുട്ടികളൊക്കെ ചെയ്യുകയാണെങ്കിൽ കൈയൊന്നും പൊള്ളിക്കരുതേ. എന്നിട്ട് അതൊന്ന് മൂടി വെക്കുക നല്ലോണം. അത് അടക്കിടന്ന് ഒരു 5-8 മിനിറ്റ്, ഒരു 8-10 മിനിറ്റ് ഒന്ന് വേവട്ടെ. പിന്നെ കടല ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചാണ്, നല്ലോണം സോക്കായിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉള്ളി, ഒറ്റ സവാള നല്ലോണം ഒന്ന് ചെറുതാക്കി മുറിച്ചിടുക. ഇതുപോലെ ഒന്ന് നടിച്ച് എന്തുക കേട്ടോ. എന്നിട്ടൊന്ന് ചെറുങ്ങനെ അരിഞ്ഞിട്ടാൽ മതി. നമുക്കിതിന് കട്ടിംഗ് ബോർഡൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ ചെയ്ത് ശീലമുള്ളവർ ഇങ്ങനെ ചെയ്യുക, അല്ലാത്തവർ കട്ടിംഗ് ബോർഡുമ്പോൾ ചെയ്യുക. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ പോലെ മുളക് പൊടിയും പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കടലയുള്ളതിന് ഗ്യാസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിക്കുക. അതായത് കടലേൻ്റെ നെകക്ക മതി വെള്ളം കേട്ടോ. ഒരുപാടൊന്നും വെള്ളം അധികമായി പോകും വേണ്ട, കുറഞ്ഞും വേണ്ട. ജസ്റ്റ് ആ കടല അതിൽ മുങ്ങി നിൽക്കണം. അത്രയും വെള്ളം വെച്ചിട്ട് നമ്മൾ സ്റ്റൗവിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. കുക്കറിൻ്റെ മൂടിയെല്ലാം ഇട്ടിട്ട്. എന്നിട്ട് നമുക്കിതാ ഇതിനൊരു 4 വിസിൽ വരണം കേട്ടോ. അതുവരെ ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പം തന്നെ നല്ലോണം വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇത് നല്ലോണം സോക്കായ കടലയാണ്. ഇപ്പോൾ അതാ നമ്മളെ കുഴക്കട്ട ഇവിടെ ആവി വന്നു വെന്തിട്ടുണ്ട് കേട്ടോ. സ്റ്റൗ കൊണ്ട് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് അടുപ്പത്ത് നിന്ന് നമ്മൾ കോരിയെടുക്കണം. ഇതാ കടല അവിടെ കിടന്ന് വേവുന്നുണ്ട് കേട്ടോ. അതവിടെ വേവട്ടെ. നമ്മൾ കുഴക്കട്ടെല്ലാം അടുപ്പത്തു നിന്ന് മാറ്റിയെടുക്കുകയാണ്. ഇപ്പോഴും ചൂടൊക്കെ ഉണ്ടാവും കേട്ടോ. കൈയൊന്നും പൊള്ളിക്കരുതേ കുട്ടികൾ, ശ്രദ്ധിക്കുക. ചെമ്പിൻ്റെ സൈഡൊന്നും തൊട്ട് പോകണ്ട. ഓരോന്നായി കോരിയെടുത്ത് ഞാനിതൊരു വാഴയിലയിലേക്ക് ഇടുന്ന കേട്ടോ. ചൂടുള്ള ആഹാരം വാഴയിലയിലിട്ടാൽ നല്ല ടേസ്റ്റാണ് അതിന് കേട്ടോ. ടേസ്റ്റ് മാത്രമല്ല, വാഴയിലേൻ്റെ ഗുണവും കിട്ടും അതിന്. ഇപ്പോൾ അതാ നമ്മളെ കടല വിസിൽ വന്നു 4. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്ക് കുഴക്കട്ട കുറച്ച് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് തണുത്തിട്ടേ മുറിക്കാവൂ കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇഷ്ടമുള്ള ഷേപ്പിന് മുറിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതാ 4 ആക്കിയാണ് മുറിച്ചെടുക്കുന്നത്. അങ്ങനെ എല്ലാ കുഴക്കട്ടയും നമ്മൾ മുറിച്ചെടുക്കണം. എന്തിനാ മുറിക്കുന്നതെന്നറിയോ? ഇനി നമുക്കിതിലേക്കൊരു പ്രധാന സംഗതി കൂടി ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ വീട്ടിൽ തന്നെ മുറ്റത്തുണ്ട് മുളക്, ഒരു 2-3 മുളകും കൂടെ പറിക്കട്ടെ. നമുക്കതിലേക്ക് ഒരു വറവെല്ലാം കഴിക്കണം. അപ്പോഴാണ് കുഴക്കട്ട ഉഷാറാകുക. ഇതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയാണ് അതിലൊഴിച്ചത്. ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുത്തു.
പിന്നെ നമ്മൾ പറിച്ച് കൊണ്ടുവന്ന മുളകുണ്ടല്ലോ, കടുകെല്ലാം പൊട്ടിയിട്ട് മുളക് ചീന്തിയിട്ട് ഇങ്ങനെ സ്ലിറ്റാക്കിയിട്ട് അതിലിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ മുളകൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കുഴക്കട്ട ഉണ്ടല്ലോ മുറിച്ച് വെച്ച് അതിൻ്റെ മേലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്താ മക്കളെ, ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഉണ്ടോ, ഇപ്പം നമ്മുടെ കുഴക്കട്ട റെഡി ആയിട്ട് അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കടലൊന്ന് തുറന്ന് നോക്കാം. അതാ ഇപ്പം പ്രഷറെല്ലാം പോയി റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇതാ ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലിതാ കുറച്ച് നാളികേരാണ് ഇടുന്നത് കേട്ടോ, ചിരകിയ നാളികേരം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് ഫ്രൈ ചെയ്ത് ഗോൾഡൻ കളറാവണം. അതായത് ഇതുപോലെ ആയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ കറിവേപ്പിലയൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയിട്ട് അതിൻ്റെ ഒരു സ്മെല്ല്, നല്ലൊരു സ്മെല്ലാട്ടോ ഇപ്പോൾ വരുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മളിതാ ഈ കടലക്കറി അങ്ങ് ഒഴിച്ചു കൊടുക്കുക വെള്ളത്തോട് കൂടി കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു തള വന്നാൽ മതി കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ഇല്ലല്ലോ ഉണ്ടോ, പാകത്തിനേ ഉള്ളൂ കേട്ടോ. ഇതപ്പം നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്കൊന്ന് സെർവ് ചെയ്യാം, എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതൊരു പ്ലേറ്റിൽ വാഴയിലൊക്കെ വെച്ച് അതിലേക്കാണ് കുഴക്കട്ട ഇടുന്നത് കേട്ടോ. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് കടലക്കറിയും എടുത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് കഴിച്ചാൽ എന്താ മക്കളെ ഇതിൻ്റെ ടേസ്റ്റ്. കാണുമ്പം തന്നെ നിങ്ങൾക്കറിയാലോ, വളരെ ഹെൽത്തിയാണ് കേട്ടോ. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഒരു ദിവസം മുഴുവൻ നമുക്ക് എനർജി ഉണ്ടാകും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളിങ്ങനത്തെ കുഴക്കട്ട ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു കുഴക്കട്ട എടുക്കുക, ഇതാ 2-3 കടലയും കറിവേപ്പിലയും കൂടി കൂട്ടിപ്പിടിച്ചൊരൊറ്റ കഴിക്കൽ എന്താ ടേസ്റ്റ് മക്കളെ. അപ്പോൾ ഇത്ര നേരം വീഡിയോ വാച്ച് ചെയ്തതിനും എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.